PSC സ്റ്റാഫ് നഴ്സ് DME റിവിഷന്റെ 4ാമത്തെ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 3 സെഷനിലായിട്ട് നമ്മൾ വരാൻ പോകുന്ന DME എക്സാമിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് MCQ ഡിസ്കഷൻ ക്ലാസ്സസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി അതെല്ലാം നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു. ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും DME എക്സാമിന് റെഡിയാണ്. നാട്ടിലൊരു ജോലി, കേരളത്തിലൊരു ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന ആർക്കും ധൈര്യമായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് DME സ്റ്റാഫ് നഴ്സ് അല്ലെങ്കിൽ DME നഴ്സിംഗ് ഓഫീസർ എക്സാം. അത്യാവശ്യം നല്ല സാലറിയോട് കൂടി തന്നെ നമ്മൾ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്ത് വീടും ഒന്നും ഉപേക്ഷിച്ച് പോകാതെ നാട്ടിൽ അമ്മയും അച്ഛനോടൊപ്പം തന്നെ ജീവിച്ച് നന്നായിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഇന്ന് പറയുന്ന ഓരോ ക്വസ്റ്റ്യനും വളരെ പ്രാധാന്യമുള്ള, അതായത് പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ സെയിം അതേ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നില്ല. എപ്പോഴും ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, ഏത് ക്വസ്റ്റ്യൻ ആണോ വരുന്നത് ആ ടോപ്പിക്കിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അതിൽ ഏത് ടോപ്പിക്കാണോ ചോദിച്ചിരിക്കുന്നത് ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. കാരണം ആ ടോപ്പിക്കിൽ നിന്ന് പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത എക്സാംസിന് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മെൻഷൻ ചെയ്യണം. ക്ലാസ്സസിനെ കുറിച്ചുള്ള അഭിപ്രായവും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിൽ നിന്ന് മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും മുന്നോട്ട് പല ഗവൺമെൻറ് എക്സാംസിനും യൂസ്ഫുൾ ആകുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ NCLEX ആറിനും ഇതുപോലെയുള്ള അബ്രോഡ് എക്സാംസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തിയറി ക്ലാസ്സസും പലതും ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. മാക്സിമം അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ഏതൊരു എക്സാം, നിങ്ങളൊരു NCLEX എഴുതുന്നതോ അല്ലെങ്കിൽ ഹാദ് എഴുതുന്നതോ പ്രൊമട്രിക് എഴുതുന്നതോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാം എഴുതുന്നതോ സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതുന്നതോ ഏത് തരം എക്സാം ആയാലും അവിടെ എല്ലാം 1 മാർക്കിന് കമ്പൽസറിലി ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ABG അനാലിസിസ്, അല്ലെ? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. പേഷ്യൻറ്റിന് അസിഡോസിസോ ആൽക്കലോസിസോ ഉണ്ടോ, അത് കോമ്പൻസേറ്റഡ് ആണോ, അൺകോമ്പൻസേറ്റഡ് ആണോ, പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സിമ്പിൾ ഒരു ടോപ്പിക്കാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അതിൽ ആൻസർ ചെയ്യാൻ കൃത്യമായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ABG വാല്യൂ ഓഫ് എ പേഷ്യൻറ്റ് ഷോസ് pH 7. ഓക്കെ, pH 7 ആണ്. ദാറ്റ് മീൻസ് അസിഡോസിസ്. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പറയുകയാണ്. 7 എന്ന് പറഞ്ഞാൽ എന്താണ്? അസിഡോസിസ് ആണ്. കാരണം നോർമൽ ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. സോ അതിൽ pH അവിടെ കുറഞ്ഞു വന്നാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അസിഡോസിസം. pH കൂടി വന്നു കഴിഞ്ഞാൽ 7.45 കൂടി വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽക്കലോസിസും ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇവിടെ ഈ ഒരു പോയിന്റ് ഇത്രയും വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ പേഷ്യൻറ്റിന് അസിഡോസിസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് PaO2, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 90 mmHgയും PaCO2 23 mmHg. PaCO2 എന്ന് പറയുമ്പോൾ അതിൻ്റെ നോർമൽ ഏകദേശം എത്ര വരണം? 40-45 വരണം, അല്ലേ? ഒരു 35-45 ഇടയ്ക്കൊക്കെ ആ ഒരു റേഞ്ച് ആണെങ്കിൽ മാത്രമേ അത് നോർമൽ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ PaCO2 അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. യൂഷ്വലി നമ്മൾ അസിഡോസിസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താണ് നോക്കുന്നത്? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ അതോ മെറ്റബോളിക് അസിഡോസിസ് ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്, അല്ലേ? ഇനി റെസ്പിറേറ്ററി അസിഡോസിസ് ആണെങ്കിൽ അടുത്ത് നമ്മുടെ കണ്ണ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? PaCO2 ആണ്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ കൂടുതലായിരിക്കും. ബ്ലഡിൽ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അവിടെ കൂടുന്നു. നോർമലി ഉള്ള 40 നിന്ന് അല്ലെങ്കിൽ 45 കൂടുതൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് റെസ്പിറേറ്ററി അസിഡോസിസ്. ഈ ഒരു pH കുറഞ്ഞ് അസിഡോസിസ് ഉണ്ടാകാൻ കാരണം PaCO2 കൂടിയതാണ് എന്ന് പറയാം. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ PaCO2 അവിടെ നോർമലിനേക്കാൾ കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇറ്റ് ഈസ് നോട്ട് റെസ്പിറേറ്ററി അസിഡോസിസ്. ഇത് റെസ്പിറേറ്ററി അസിഡോസിസ് അല്ല. ഇനി മറ്റൊരു അസിഡോസിസ് ഏതാണുള്ളത്? മെറ്റബോളിക് അസിഡോസിസ് ആണ്. അപ്പോൾ അതിന് ഏതായിരിക്കും നമ്മൾ പാരാമീറ്റർ നോക്കുന്നത്? ബൈകാർബണേറ്റ്. ബൈകാർബണേറ്റ് എന്ത് ചെയ്യുന്നു? അവിടെ കുറയും.
മെറ്റബോളിക് അസിഡോസിസ് ആണെങ്കിൽ ബൈകാർബണേറ്റ് കുറയും. ഒന്നുകൂടി ഒന്ന് ഞാൻ പറയുന്നു, pH നോർമലിനേക്കാൾ താഴെയാണെങ്കിൽ അസിഡോസിസ് ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഇത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ അതോ മെറ്റബോളിക് അസിഡോസിസ് ആണോ എന്നറിയണം. റെസ്പിറേറ്ററി അസിഡോസിസ് ആണെങ്കിൽ PaCO2 നോർമലിനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ ഈ പേഷ്യൻറ്റിന് PaCO2 നോർമലിനേക്കാൾ കുറവാണോ? സോ ദാറ്റ് ഈസ് നോട്ട് റെസ്പിറേറ്ററി അസിഡോസിസ്. റെസ്പിറേറ്ററി അസിഡോസിസ് അല്ല എന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൈകാർബണേറ്റ് ആണ്. മെറ്റബോളിക് അസിഡോസിസ് ആണോ എന്നറിയാൻ. മെറ്റബോളിക് അസിഡോസിസ് ആണെങ്കിൽ എന്തായിരിക്കും? നോർമൽ ബൈകാർബണേറ്റിനേക്കാൾ കുറവായിരിക്കും ബൈകാർബണേറ്റ്. കറക്റ്റ് അല്ലേ? ഇവിടെ നോക്കിയേ, ബൈകാർബണേറ്റ് 12 ഉള്ളൂ. മിനിമം അവിടെ ഒരു 24 എങ്കിലും വരണം അല്ലേ? 24 എങ്കിലും വേണ്ടേ ബൈകാർബണേറ്റ്? ഇവിടെ വളരെ കുറവാണ്. സോ I can confirm this patient is having metabolic acidosis. മനസ്സിലായല്ലോ? മെറ്റബോളിക് അസിഡോസിസ് ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലായി, നമ്മൾ ഓപ്ഷൻസിലോട്ടൊന്നും പോയിട്ടില്ല. ഇനി അപ്പോൾ ഈ തരത്തിലുള്ള ABG വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കറക്റ്റ് pH നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൽക്കലോസിസ് ആണോ അസിഡോസിസ് ആണോ എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ PaCO2ലും ബൈകാർബണേറ്റ് ലെവലിലോട്ടും പോകുന്നു. അതിൽ നിന്ന് നമുക്ക് റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണോ, മെറ്റബോളിക് അസിഡോസിസ് ആണോ, മെറ്റബോളിക് ആൽക്കലോസിസ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. എന്നാൽ അത് അങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട് ഡയറക്റ്റ്. ഇവിടുത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് കോമ്പൻസേറ്റഡ് റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, ഓപ്ഷൻ ബി അൺകോമ്പൻസേറ്റഡ് മെറ്റബോളിക് അസിഡോസിസ് ആണോ, ഓപ്ഷൻ സി പാർഷ്യലി കോമ്പൻസേറ്റഡ് മെറ്റബോളിക് അസിഡോസിസ് ആണോ, പാർഷ്യലി കോമ്പൻസേറ്റഡ് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. ഓൾറെഡി നമ്മൾ ഇവിടെ കൺഫേം ചെയ്തു പേഷ്യൻറ്റിന് എന്താണ് അസിഡോസിസ് ആണ്, മെറ്റബോളിക് അസിഡോസിസ് ആണെന്ന് കൺഫേം ചെയ്തു. സോ നമുക്ക് ആ റെസ്പിറേറ്ററി അസിഡോസിസിൻ്റെ ഓപ്ഷൻസ് എല്ലാം കട്ട് ചെയ്യാം. ഇത് റെസ്പിറേറ്ററി അസിഡോസിസ് പറഞ്ഞ് ഇവിടെ ഉള്ള ആദ്യത്തെ ലാസ്റ്റത്തെ 2 ഓപ്ഷൻസ് അവിടെ കട്ട് ചെയ്തു. അത് 2 എലിമിനേറ്റ് ചെയ്തു. കാരണം രണ്ടും റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ റെസ്പിറേറ്ററി അസിഡോസിസ് അല്ല. സോ ഇനി നമുക്കറിയേണ്ടത് ഇത് കോമ്പൻസേറ്റഡ് ആണോ അൺകോമ്പൻസേറ്റഡ് ആണോ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ, ഒന്ന് അൺകോമ്പൻസേറ്റഡ് ആണ്, ഒന്ന് പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണ്. അൺകോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പിറേറ്ററി അസിഡോസിസും ആൽക്കലോസിസും വരുമ്പോൾ മെറ്റബോളിക്കലി അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് PaCO2 കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോൾ, 2 സാഹചര്യം ഞാൻ പറയുകയാണ്. PaCO2 കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ നമുക്കൊരു കോമ്പൻസേഷൻ എന്നുള്ള നിലയിൽ ബൈകാർബണേറ്റ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, കൂടുകയും കുറയുകയും കോമ്പൻസേഷൻ അവിടെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നർത്ഥം. ഇനി റെസ്പിറേറ്ററിയിൽ അവിടെ അബ്നോർമൽ വാല്യൂ ഉണ്ട്, പക്ഷെ ബൈകാർബണേറ്റ് നോർമലാണ്, അവിടെ വ്യത്യാസം ഒന്ന് കൂടുകയും കുറയുമെന്ന് വന്നിട്ടില്ല എങ്കിൽ അത് അൺകോമ്പൻസേറ്റഡ് ആണ്. അവിടെ വാല്യൂ വ്യത്യാസം ഒന്ന് നോർമലും ഒന്ന് അബ്നോർമലുമാണെങ്കിൽ അൺകോമ്പൻസേറ്റഡ് ആണ്. രണ്ടും അവിടെ അബ്നോർമലായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കുറച്ച് കോമ്പൻസേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. കാരണം റെസ്പിറേറ്ററി ആയിരുന്നു പ്രോബ്ലം എങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ, റെസ്പിറേറ്ററി ആയിരുന്നു പ്രോബ്ലം എങ്കിൽ അവിടെ ബൈകാർബണേറ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ആ ഒരു അസിഡോസിസ് കറക്റ്റ് ചെയ്ത് ആൽക്കലിൻ അല്ലെങ്കിൽ ആൽക്കലിനിറ്റി കൂട്ടാൻ തുടങ്ങുന്നു. നെക്സ്റ്റ് നേരെ ബൈകാർബണേറ്റ് ആണ് അബ്നോർമൽ ആയിട്ടുള്ളതെങ്കിൽ PaCO2 റെസ്പിറേറ്ററി കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ മെറ്റബോളിക് അസിഡോസിസ് ആണ്, അതായത് ബൈകാർബണേറ്റ് കുറവാണ്. അതുകൊണ്ട് ആ അസിഡോസിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ PaCO2 എന്ത് ചെയ്യും? PaCO2 കൂടിയാൽ അസിഡോസിസ് വീണ്ടും കൂടും. അപ്പോൾ ആൽക്കലോസിസ് അല്ലെങ്കിൽ ആൽക്കലിനിറ്റി വരണമെങ്കിൽ PaCO2 കുറയ്ക്കാൻ തുടങ്ങി. കാരണം ഇവിടെ PaCO2 നോർമൽ അല്ല, പക്ഷെ അത് കുറയാനാണ് തുടങ്ങിയത് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഫുള്ളി അത് കോമ്പൻസേറ്റ് ചെയ്തോ? ഇല്ല. കാരണം ഫുള്ളി കോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാൽ pH അഗെയിൻ നോർമലിലോട്ട് എത്തണം. 7.35നും 7.45നും ഇടയിലായാൽ മാത്രമേ നമുക്ക് ഫുള്ളി കോമ്പൻസേറ്റഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഈസിലി വി ക്യാൻ റൈറ്റ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പാർഷ്യലി കോമ്പൻസേറ്റഡ് മെറ്റബോളിക് അസിഡോസിസ്. ABG അനാലിസിസ് ഡൗട്ട് ഉള്ളവർ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ, 5 മിനിറ്റേ ഉള്ളൂ, ഇതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് ഏതാണ് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് അനലൈസിസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു പിക്ചർ പഠിച്ചാൽ മതി. അതായത് ആദ്യം നമ്മൾ നോക്കുന്നത് pH ആണ്, ഹൈ ആണോ ലോ ആണോ. എല്ലാത്തിനും ബേസായിട്ട് നമ്മൾ ഈ 3 വാല്യൂ അറിഞ്ഞിരിക്കണം. pH നോർമലി 7.35 to 7.45 ആണ്. PaCO2 അല്ലെങ്കിൽ PaCO2
35 to 45 അല്ലെങ്കിൽ 40, ഏകദേശം ആവറേജ് 40 ആണ്. ബൈകാർബണേറ്റ് 20 to 26 നോർമൽ. അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് അസിഡോസിസ് ഉണ്ടാകുന്നത്, എന്ത് വ്യത്യാസം വരുമ്പോഴാണ് ആൽക്കലോസിസ് ഉണ്ടാകുന്നത്? അതായത് pH കുറവാണെങ്കിൽ അസിഡോസിസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒപ്പം PaCO2 അവിടെ അത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, PaCO2 കൂടുതലാണെങ്കിൽ, നോർമൽ 45 ആണെങ്കിൽ, 45നേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റെസ്പിറേറ്ററി ആസിഡോസിസ് ആണ്. ഒപ്പം എന്ത് നോർമൽ ആയിരിക്കും അവിടെ? ബൈകാർബണേറ്റ് അവിടെ നോർമൽ ആണെങ്കിൽ വിത്തിൻ 22 to 26 ആണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് നോ കറക്ഷൻ സ്റ്റാർട്ടഡ് ഓർ കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നർത്ഥം. PaCO2 കൂടുന്നു, pH കുറയുന്നു, അസിഡോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ് ആകുന്നു. എന്നാൽ ബൈകാർബണേറ്റ് നോർമലിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ pH കുറഞ്ഞു, PaCO2 കൂടി, റെസ്പിറേറ്ററി അസിഡോസിസ് ആണെന്ന് മനസ്സിലായി. ഒപ്പം അവിടെ ബൈകാർബണേറ്റ് കറക്ഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് ബൈകാർബണേറ്റ് കുറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നർത്ഥം. ഇനി കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ കംപ്ലീറ്റ്ലി കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്ത് pH നോർമലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഫുള്ളി കോമ്പൻസേറ്റഡ് ആണ്. അതുപോലെ pH കുറവാണ്, അസിഡോസിസ് ആണ്. അവിടെ PaCO2 അല്ലെങ്കിൽ PaCO2 നോർമൽ തന്നെയാണ്. പക്ഷേ ബൈകാർബണേറ്റ് കുറഞ്ഞു നിൽക്കുന്നു. PaCO2 നോർമൽ, ബൈകാർബണേറ്റ് കുറഞ്ഞു നിൽക്കുന്നെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെറ്റബോളിക് അസിഡോസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് കോമ്പൻസേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം PaCO2 നോർമൽ ആണല്ലോ, അവിടെ കോമ്പൻസേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബൈകാർബണേറ്റ് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. സോ മെറ്റബോളിക് അസിഡോസിസ് ആണെന്ന് മനസ്സിലായി. ഇനി മെറ്റബോളിക് അസിഡോസിന്റെ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ നോർമലിൽ നിൽക്കുന്ന PaCO2 കുറയാൻ തുടങ്ങുന്നു. അവിടെ കുറയല്ല, കൂടാൻ തുടങ്ങുന്നു. അതായത് ആൽക്കലോസിസ് ആണ്. അപ്പം നമുക്ക് അസിഡിറ്റി കൂട്ടണം, PaCO2 അവിടെ കൂടാൻ തുടങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. എന്നാൽ അവിടെ pH നോർമൽ, കോമ്പൻസേഷൻ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ കറക്ഷൻ മെറ്റബോളിക് കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്ത് pH നോർമലിൽ എത്തിയാൽ മാത്രമേ ഫുള്ളി കോമ്പൻസേറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ ആൽക്കലോസിസ്, ലോ PaCO2, അതായത് നമ്മുടെ pH ഹൈ ആണ്, ആൽക്കലോസിസ് ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണോ മെറ്റബോളിക് ആൽക്കലോസിസ് ആണോ എന്ന് അറിയണം. PaCO2 അവിടെ pH കൂടുതലും ആൽക്കലോസിസും PaCO2 കുറവുമാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആ ഒരു ആൽക്കലോസിസ് ഉണ്ടാകാൻ കാരണം റെസ്പിറേറ്ററി PaCO2 കുറഞ്ഞതാണ്. സോ റെസ്പിറേറ്ററി ആൽക്കലോസിസ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റെസ്പിറേറ്ററി ആൽക്കലോസിസിൽ എന്തായിരിക്കും? അവിടെ ബൈകാർബണേറ്റ് നോർമൽ ആണെങ്കിൽ നോ കോമ്പൻസേഷൻ സ്റ്റാർട്ടഡ്. എന്നാൽ അവിടെ നിന്ന് ജസ്റ്റ് നേരെ നമ്മുടെ ഈ ഒരു ആൽക്കലോസിസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിഡിറ്റി കൂട്ടുന്നെങ്കിൽ അവിടെ ബൈകാർബണേറ്റ് കുറയണം. ബൈകാർബണേറ്റ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി കൂട്ടുന്നു എന്നർത്ഥം, കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നർത്ഥം. എന്നാൽ pH അവിടെ നോർമൽ ആയിട്ടില്ല എങ്കിൽ നോട്ട് ഫുള്ളി കോമ്പൻസേറ്റഡ്. pH നോർമൽ ആയിട്ടുണ്ടെങ്കിൽ ഫുള്ളി കോമ്പൻസേറ്റഡ്. അതുപോലെ pH കൂടുതലാണെങ്കിൽ ആൽക്കലോസിസ് ആണ്. എന്നാൽ അവിടെ ബൈകാർബണേറ്റ് ആണ് അവിടെ കൂടിയത്. PaCO2 വ്യത്യാസമൊന്നുമില്ല, നോർമലാണ്. ബൈകാർബണേറ്റ് ആണ് കൂടിയിട്ടുള്ളതെങ്കിൽ അത് മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്. ഓക്കെ, മെറ്റബോളിക് ആൽക്കലോസിസ് ജസ്റ്റ് കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ PaCO2 അവിടെ എന്ത് ചെയ്യുന്നു? കൂടുന്നു. PaCO2 അസിഡിറ്റി കൂട്ടുന്നു, PaCO2 കൂടുന്നു. അങ്ങനെ കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫുള്ളി കോമ്പൻസേറ്റഡ് ആണെങ്കിൽ ഈ കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്ത് pH നോർമലിലോട്ട് എത്തിയിട്ടുണ്ടാകും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ബേസിക് ആയിട്ട് ഈ ഒരു 3 വാല്യൂസ് നമുക്കറിയാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനും അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്കവിടെ ആൻസർ ചെയ്യാൻ പറ്റും. 1 മാർക്ക് ഉറപ്പിച്ച് നേടാൻ പറ്റും. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാകും. പക്ഷെ നിങ്ങളൊന്ന് തീരെ അറിവില്ല എങ്കിൽ ഈ ഒരു ചാർട്ടെങ്കിലും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ABG അനാലിസിസ്. ഇനി നമുക്ക് 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പേഷ്യൻറ്റ് കംപ്ലൈൻസ് ഓഫ് ഡ്രോയിങ് സെൻസേഷൻ. ഓക്കെ, വരയ്ക്കുന്നത് പോലെ ഡ്രോയിങ് സെൻസേഷൻ ഓൺ വൺ സൈഡ് ഓഫ് ദ ഫേസ്, അല്ലെങ്കിൽ വലിഞ്ഞു പോകുന്നത് പോലെയുള്ള സെൻസേഷൻ, ഫോളോഡ് ബൈ പാരാലിസിസ് ഓഫ് ഓൾ ഇപ്സിലാറ്ററൽ മസിൽസ് ഈസ് അഡ്മിറ്റ് ടു യുവർ യൂണിറ്റ്. അതായത് ഇപ്സിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം സൈഡ് എന്നുള്ള അർത്ഥം. കോൺട്രലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ള അർത്ഥം. ഇപ്സിലാറ്ററൽ, കോൺട്രലാറ്ററൽ. ഓക്കെ, ഇപ്സിലാറ്ററൽ സെയിം സൈഡിൽ പേഷ്യന്റിന്റെ ഫേസിൽ ഒരു വലിഞ്ഞു മുറുകുന്നത് പോലെ അല്ലെങ്കിൽ ഡ്രോയിങ് സെൻസേഷൻ ഉണ്ടാകുന്നു. അതേ സെയിം സൈഡിൽ എന്തുണ്ട്? പാരാലിസിസ്, മസിൽസ്, ഇപ്സിലാറ്ററൽ മസിൽസിന് പാരാലിസിസും ഉണ്ടായി. പേഷ്യന്റ് അഡ്മിറ്റഡ് ആയി. എന്നാൽ
പേഷ്യൻറ്റിന് ഏത് ഡയഗ്നോസിസ് ആയിരിക്കാനാണ് ചാൻസ്? വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ ഡയഗ്നോസിസ്? ടിക് ഡൗലറെക്സ് ആണോ, ബെൽസ് പാൽസി ആണോ, മിനിയസ് ഡിസീസ് ആണോ, ഗ്ലോസോഫാരിഞ്ചൽ ന്യൂറാൾജി ആണോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. മിനിയസ് ഡിസീസ് ഇയറിനെ ബാധിക്കുന്നതാണ്, ഗ്ലോസോഫാരിഞ്ചൽ ടങ്കിനെ ബാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഫേസിന് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബെൽസ് പാൽസി. അല്ലെങ്കിൽ ബെൽസ് പാൽസിയെ മറ്റൊരു പേരെന്ത് പറയുന്നു? ഫേഷ്യൽ പാൽസി. അതായത് ക്രാനിയൽ നെർവിന്റെ 7ാമത്തെ നെർവ് എന്നറിയപ്പെടുന്ന ഫേഷ്യൽ നെർവ്, സെവൻത് നെർവ് ഫേഷ്യൽ നെർവിന് ഡാമേജ് വരുമ്പോൾ ഉണ്ടാകുന്ന പാരാലിസിസ് ഓഫ് ഫേഷ്യൽ മസിൽസ്, ഇതിനെയാണ് ബെൽസ് പാൽസി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. കാരണം ഈ ഒരു ബെൽസ് പാൽസി എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, അതിൻ്റെ സിംറ്റംസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ബെൽസ് പാൽസി ഈസ് എ ഫോം ഓഫ് ഫേഷ്യൽ പാരാലിസിസ് resulting from a dysfunction of the cranial nerve 7, that is facial nerve. അതുകൊണ്ട് തന്നെ ബെൽസ് പാൽസി എന്ത് പറയുന്നു? ഫേഷ്യൽ പാൽസി എന്നും പറയാറുണ്ട്. അവിടെ 7th നെർവിന് ഡിസ്ഫങ്ഷൻ ഉണ്ടായിട്ട് ഫേഷ്യൽ പാരാലിസിസ് സംഭവിക്കുന്നു, ഫേഷ്യൽ മസിൽസിന് പാരാലിസിസ് ഉണ്ടാകുന്നു. അതുപോലെ ഇന്നബിലിറ്റി ടു കൺട്രോൾ ഫേഷ്യൽ മസിൽസ് ഓൺ ദ എഫക്റ്റഡ് സൈഡ്. ഏത് സൈഡാണോ എഫക്ട് ചെയ്തത് അവിടെയുള്ള മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ബെൽസ് പാൽസി. നെക്സ്റ്റ്, എന്തായിരിക്കാം ഇതിൻ്റെ കാരണങ്ങൾ? ഇവിടെ എക്സാക്റ്റ് കാരണം, അതിൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത് ഇപ്പോഴും ക്ലിയർ അല്ല. എന്നാലും കൂടുതലായിട്ട് ഹെർപ്പിസ് ഇൻഫെക്ഷൻ, അതായത് ഹെർപ്പസ് സോസ്റ്റർ ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട്, അല്ലെങ്കിൽ അത് വന്നിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇത് വരുന്നുണ്ട്. ഈസ് എ പെയിൻഫുൾ ബ്ലിസ്റ്ററിംഗ് സ്കിൻ റാഷസ് ഡ്യൂ ടു ദ വാരിസെല്ല സോസ്റ്റർ വൈറസ്. ദ വൈറസ് ദാറ്റ് കോസസ് ചിക്കൻ പോക്സ് മൈറ്റ് ബി ഇൻവോൾവ്. യൂഷ്വലായിട്ട് ഹെർപ്പസ് സോസ്റ്ററിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഈ ഒരു ബെൽസ് പാൽസിക്ക് കാരണമാകുന്നു. അതുപോലെ HIV ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസ്, ലൈം ഡിസീസ് ഉള്ള പേഷ്യൻസ്, മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസ്, സാർക്കോയിഡോസിസ് ഉള്ള പേഷ്യൻസ്, ഇവർക്കൊക്കെ കൂടുതലായിട്ട് എക്സാക്ട്ലി ഇവർക്ക് എല്ലാവർക്കും ബെൽസ് പാൽസി വരുമെന്നല്ല, പകരം ഈ ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് ഹെർപ്പസ് സോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ HIV, ലൈം ഡിസീസ്, മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ്, സാർക്കോയിഡോസിസ് പോലെയുള്ള ഡിസീസസ് ഉള്ളവർക്ക് ബെൽസ് പാൽസി കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി എന്തൊക്കെയാണ് സിംറ്റംസ് വരുന്നത്? കോൾഡ് ഈസ് ദ സ്റ്റാർട്ടിങ് ബിഫോർ ദ സിംറ്റംസ് ഓഫ് ബെൽസ് പാൽസി. ഭയങ്കരമായിട്ട് ബെൽസ് പാൽസി ഉണ്ടാകുന്നതിന് മുന്നേ ഭയങ്കര കുളിര് തോന്നുക, അതാണ് ഒരു സ്റ്റാർട്ടിങ് സിംറ്റം എന്ന് പറയുന്നത്. ഓൾവേസ് ഇതിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ഒരു സൈഡിലായിരിക്കും, ഫേസിൻ്റെ ഒരു സൈഡിലായിരിക്കും ഉണ്ടാകുന്നത്. അതും മൈൽഡ് മുതൽ സിവിയർ വരെ പല റേഞ്ചുകളിൽ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഫേസ് വിൽ ഫീൽ സ്റ്റിഫ്, മുഖം നമുക്ക് സ്റ്റിഫാണെന്നും ഒരു സൈഡിലോട്ട് പുള്ളി ചെയ്തിരിക്കുന്നതായിട്ടും ഒരു ഡിഫറെൻറ്റ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണ്, നമ്മുടെ കണ്ണ് മുഖത്താണല്ലോ ഇരിക്കുന്നത്, ഫേസിൽ കണ്ണ് നമുക്ക് ഈ ഒരു ഫേഷ്യൽ മസിൽ പാരാലിസിസ് കാരണം കണ്ണ് ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നു. ഡിഫിക്കൽട്ടി ഇൻ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, കുടിക്കാനും വെള്ളം കുടിക്കാനും ചവച്ചരച്ച് ഫുഡ് കഴിക്കാനും, വായിൽ വെക്കുന്ന ഫുഡ് ഒരു സൈഡിലൂടെ താഴോട്ട് വീഴുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഇൻസിഡൻസ് സംഭവിക്കും. അതുപോലെ നമ്മുടെ മസിൽസ്, നമ്മുടെ വായിലുള്ള സലൈവ അല്ലെങ്കിൽ സെക്രീഷൻസ് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? നമ്മൾ കുഞ്ഞുകുട്ടിയായിരുന്നു നമ്മുടെ വായിൽ നിന്ന് ഡ്രൂളിങ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ഏജ്ഡായി കുറച്ചുകൂടി ഒന്ന് വലുതായി കഴിയുമ്പോൾ ആ ഡ്രൂളിങ് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു. കാരണം നമ്മുടെ മസിൽസ് കൺട്രോൾ ആയി കഴിയുന്നു. പക്ഷേ ഈ ഒരു പേഷ്യൻറ്റിന് ഡ്രൂളിങ് അവിടെ ഉണ്ടാകുന്നു. ദർ ഈസ് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ദ മസിൽസ് ഓഫ് face. Next, drooling of the face such as eyelid or corner of the mouth. അതുപോലെ നമ്മുടെ മൗത്തിൽ നിന്നുള്ള സെക്രീഷൻസ് മാത്രമല്ല, മൗത്ത് ഫേസ് ഡ്രൂളിംഗ് ഉണ്ടാകുന്നു, ഐലിഡ് ഡ്രൂളിംഗ് ഉണ്ടാകുന്നു, അതുപോലെ മൗത്തിൻ്റെ കോർണർ ഓഫ് ദ മൗത്തും ഇങ്ങനെ താഴ്ന്നിരിക്കുന്ന ഡ്രൂളിംഗ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ചിരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ആ ഒരു ഫേസ് ജസ്റ്റേഴ്സിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അതുപോലെ ഫേസിലെ മസിൽ ട്വിച്ചിങ് അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടാകുന്നു. ഇതൊക്കെ നോർമലി ബെൽസ് പാൽസിക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസും അതിൻ്റെ കാരണങ്ങളും ആണ്. ഒക്കെ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. യൂഷ്വലി എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ബെൽസ് പാൽസി അല്ലെങ്കിൽ ഫേഷ്യൽ പാൽസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് 48ാമത്തെ ക്വസ്റ്റ്യൻ, ടെർജിയം. പി അവിടെ സൈലൻ്റ് ആണ്. ടെർജിയം ക്യാൻ ബി ഡിഫൈൻഡ് as. എന്താണ് ടെർജിയം? നമ്മളിത് എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ഇത് ഐ ഡിസോർഡറിലാണ് നമ്മൾ ഈ ഒരു പേര് കേട്ടിട്ടുള്ളത്. ഐ ഡിസോർഡറിലെ ടെർജിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ, വൈറ്റ് ഡെപ്പോസിറ്റ്സ് ഫൗണ്ട് ഓൺ ദ കോർണിയ. ഓപ്ഷൻ ബി,
fleshy triangular shaped growth on the conjunctiva. Option C, cyst found on the conjunctiva. ഓപ്ഷൻ ഡി, സ്കെയറിംഗ് ഓഫ് ദ കോർണിയ. നിങ്ങൾ പിക്ചറിലെങ്കിലും ടെർജിയം കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഞാനിപ്പോൾ ഈ പിക്ചർ കാണിച്ചു തരാം. സോ ടെർജിയം മീൻസ് കറക്റ്റ് വൺ ഓപ്ഷൻ ബി, ഫ്ലഷി ട്രയാങ്കുലർ ഷേപ്പ് ഗ്രോത്ത് ഓൺ ദ കൺജങ്ക്റ്റീവ. വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ട്, നമ്മുടെ ശരീരം ഫുള്ള് നമ്മൾ സൂക്ഷിക്കണം. അതിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് കണ്ണ്. എന്നാൽ ഇതിനൊരു കാരണം, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ടെർജിയം ഉണ്ടാകുന്നതെന്ന് ആർക്കും അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കണ്ണ് എപ്പോഴും നല്ല കുളിർമയുള്ളതായിട്ട് വയ്ക്കുക, കണ്ണിനെ നമ്മൾ ലൈറ്റ് എക്സ്പോഷർ കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു സേഫ്റ്റിയോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുക്കുക. കണ്ടിന്യൂസ് എൻ്റെ കണ്ണ് സേഫ് ആണെന്ന് വെച്ചാൽ കണ്ണ് നമ്മൾ കണ്ടിന്യൂസ്ലി ലൈറ്റിനും സ്ക്രീനിനും എക്സ്പോഷർ കൊടുക്കാതിരിക്കുക, അല്ലേ? അതൊക്കെ നമുക്ക് കണ്ണ് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും, അല്ലേ? ഇവിടെ നോക്കൂ, ഈ കണ്ണിൽ ഇവിടെ കൺജങ്ക്റ്റൈവയിൽ നിന്നൊരു വൈറ്റ് മ്യൂക്കസ് ഗ്രോത്ത് നമ്മുടെ കോർണിയയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ പാർട്ടിലോട്ട് വളരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെയാണ് ടെർജിയം എന്ന് പറയുന്നത്. ടെർജിയം ഈസ് എ ബിനൈൻ ഗ്രോത്ത് വിച്ച് യൂഷ്വലി അപ്പേഴ്സ് ഫ്ലഷി ട്രയാങ്കുലർ ടിഷ്യൂ ഓൺ ദ വൈറ്റ് പാർട്ട് ഓഫ് ദ ഐസ്. ക്ലീറയുടെ വൈറ്റ് പാർട്ടിൽ നിന്ന് കണ്ട് അത് എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു? ചിലപ്പോൾ ഒരു കണ്ണിൽ മാത്രമായിരിക്കാം, ചിലപ്പോൾ രണ്ട് കണ്ണിലും ചിലർക്കുണ്ടാകാം. ഇത് എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു? കോർണിയയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത് നമ്മൾ ആദ്യമേ നമ്മുടെ കണ്ണിൻ്റെ കോർണിയയും പ്യൂപ്പിളിനെയും ഒന്നും അധികം ബാധിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അത് കാര്യമാക്കി ചികിത്സ നേടിക്കഴിഞ്ഞാൽ സിമ്പിൾ എക്സിഷനിലൂടെ, സിമ്പിൾ സർജറിയിലൂടെ നമുക്കത് എടുത്തു മാറ്റാൻ പറ്റും. ടെർജിയം ഒക്കെ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നെക്സ്റ്റ് 49ാമത്തെ ക്വസ്റ്റ്യൻ. എ മെന്റൽ ഹെൽത്ത് നഴ്സ് അഡോപ്റ്റ്സ് റോൾ പ്ലേ ഓർ സോഷ്യോഡ്രാമ. അതായത് നമ്മുടെ പേഷ്യൻസിൻ്റെ തെറാപ്യൂട്ടിക് മൊഡാലിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മുടെ സൈക്കാട്രി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ബുക്ക്, അതായത് നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ഈസിയും എല്ലാ കണ്ടന്റും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ശ്രീവാണി മാമിൻ്റെ ബുക്കാണ്. അപ്പോൾ അതിലെല്ലാ കണ്ടന്റ്, അത്യാവശ്യം നമുക്ക് അറിയേണ്ട എല്ലാ കണ്ടന്റും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേഷ്യൻസിന് നമ്മൾ പലതരത്തിലുള്ള തെറാപ്യൂട്ടിക് മൊഡാലിറ്റീസ് യൂസ് ചെയ്യാറുണ്ട്. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിലായാലും ഏതിലായാലും. സൈക്കാട്രിയിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരുപാട് തെറാപ്യൂട്ടിക്സ് അല്ലെങ്കിൽ തെറാപ്പീസ് ഉണ്ട്. സൈക്കോ തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി, ഫാമിലി തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, അങ്ങനെ പല തെറാപ്പീസ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് റോൾ പ്ലേ അല്ലെങ്കിൽ സോഷ്യോഡ്രാമ. അതായത് പേഷ്യൻറ്റിന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ, ഇൻസൈറ്റ് അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ, അവരുടെ മുന്നിൽ റാദർ ദാൻ അവരെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ റാഷണലൈസ് ചെയ്യുന്നതിനേക്കാളും അവരുടെ മുന്നിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ സിറ്റുവേഷനിൽ നോർമലി എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണത് ചേഞ്ച് ചെയ്യേണ്ടത്, അവിടെ നമ്മുടെ റോൾ എന്താണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇതിനെയാണ് റോൾ പ്ലേ അല്ലെങ്കിൽ നാടകം, സോഷ്യോഡ്രാമ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്തെന്നാണ് ഉദ്ദേശിക്കുന്നത്? പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പഠിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം അതിനെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മെൻ്റൽ ഹെൽത്ത് നഴ്സ് അഡോപ്റ്റ്സ് റോൾ പ്ലേ ഓർ സോഷ്യോഡ്രാമ ഫോർ ഫെസിലിറ്റേറ്റിംഗ് ഇൻസൈറ്റ്, സ്വയം തിരിച്ചറിയുക, ഇൻസൈറ്റ് ഉണ്ട്, ഇൻടു ക്ലയൻസ് ബിഹേവിയർ. പേഷ്യൻറ്റിൻ്റെ ബിഹേവിയറിൽ ഇൻസൈറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി റോൾ പ്ലേയും സോഷ്യോഡ്രാമയും നടത്തുന്നു. ഇതിൻ്റെ പ്രിൻസിപ്പിൾ അപ്രോപ്രിയേറ്റഡ് ഉള്ള, മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ എന്താ പറയുന്നത്? അവോയ്ഡ് അൺനെസസറി ഇൻക്രീസ് ഇൻ ദ ക്ലയൻസ് ആങ്സൈറ്റി. ക്ലയൻസിൻ്റെ, പേഷ്യൻസിൻ്റെ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മളിത് ഉപയോഗിക്കുന്നത്? അതോ ബി, യൂസ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആസ് എ തെറാപ്യൂട്ടിക് റെയിൽ, സ്വയം മനസ്സിലാക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിളാണോ അവിടെ ഉപയോഗിക്കുന്നത്? അതോ ചേഞ്ച് ദ പേഷ്യൻസ് ബിഹേവിയർ ത്രൂ ഇമോഷണൽ എക്സ്പീരിയൻസസ് നോട്ട് ബൈ റാഷണൽ ഇൻ്റർപ്രിട്ടേഷൻ. നമ്മളവരെ കാരണങ്ങൾ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പേഷ്യൻ്റെ സ്വഭാവം ഇമോഷണലി എക്സ്പീരിയൻസിലൂടെ ആ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ട് ഇമോഷണലി മാനസികമായിട്ട് നമ്മളത് മനസ്സിലാക്കി ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതോ നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ഈസ് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ക്ലയൻസ് ബിഹേവിയർ. മുന്നിൽ കാണുന്ന കാര്യങ്ങൾ, അതായത് സബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ തന്നെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒബ്ജക്റ്റീവ് മീൻസ് മറ്റൊരാൾ ഒബ്സർവ് ചെയ്ത് ആ പേഷ്യൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുകയാണോ? സോ കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? ത്രൂ ഇമോഷണൽ എക്സ്പീരിയൻസ്. ചേഞ്ച് ദ പേഷ്യൻസ് ബിഹേവിയർ ത്രൂ ഇമോഷണൽ എക്സ്പീരിയൻസ് നോട്ട് ബൈ റാഷണൽ ഇൻ്റർപ്രിട്ടേഷൻ. സോഷ്യോഡ്രാമ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ഷൻ
ഒരു വ്യക്തി മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് സ്പോണ്ടേനിയസ് റോൾ പ്ലേയിങ്, പെട്ടെന്ന് പല റോളുകൾ, ഡോക്ടർ, ടീച്ചർ, അങ്ങനെ പല റോളുകൾ കൊടുക്കുന്നു. ആ പല പ്രശ്നങ്ങൾ, സോഷ്യൽ ഇഷ്യൂസ് ആയാലും എന്തെങ്കിലും റിലേഷൻഷിപ്പ് എന്ത് തന്നെയായാലും നമ്മൾ എന്താണോ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റോളുകളിൽ അവരായി മാറുന്നു. അത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നു. ഇറ്റ് ഫോക്കസസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഡ്രസ്സിങ് പ്രോബ്ലംസ് വിത്തിൻ എ ഗ്രൂപ്പ് ഓർ സോഷ്യൽ കോണ്ടെക്സ്റ്റ് റാദർ ദാൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. സോഷ്യോ ഡ്രാമ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റോൾ പ്ലേ എന്ന് പറയുമ്പോൾ, ഒരുപാട് ആൾക്കാരിലെ കാര്യങ്ങൾ, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് മാത്രമല്ല, പല ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ത്രൂ ഇനാക്ട്മെന്റ് പാർട്ടിസിപ്പൻസ് ഗെയിൻ ഇൻസൈറ്റ് ഇൻ ടു ഷെയർഡ് സോഷ്യൽ, ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്താണ്, ഇന്റർപേഴ്സണൽ ഡൈനാമിക്സ് എന്താണ്, കൾച്ചറൽ ഇൻഫ്ലുവൻസസ് എന്താണെന്ന് അവർക്ക് ഒരു ഇൻസൈറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യും. സോ ഇതാണ് സോഷ്യോ ഡ്രാമ. ഇതുപോലെ എല്ലാ തെറാപ്പീസും, സൈക്കോ മൊഡാലിറ്റീസ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് മൊഡാലിറ്റീസ് ഇൻ സൈക്യാട്രി എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് എസ്സേകൾ എഴുതാനില്ല, പക്ഷേ അതിൻ്റെ മീനിങ് വായിച്ച് മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഫോൾസ് ഫിക്സ്ഡ് ബിലീഫ്. യെസ്, ഇത്രയും നമ്മൾ ഫ്രീക്വൻലി കേൾക്കുന്നതാണ്. ദാറ്റ് ഈസ് ഡെലൂഷൻ. സ്ട്രോങ് ആയിട്ട് നമ്മൾ എത്ര പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചാലും മാറ്റി ചിന്തിക്കാത്ത തെറ്റായിട്ടുള്ള വിശ്വാസം, അതിനെയാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എറൈസിങ് ഫ്രം അതർ അബ്നോർമൽ എക്സ്പീരിയൻസസ്. പക്ഷേ ഈ ഒരു ഫോൾസ് ഫിക്സ്ഡ് ബിലീഫ് അല്ലെങ്കിൽ ഡെലൂഷൻ ഉണ്ടാകുന്നതിന് കാരണം മറ്റൊരു അബ്നോർമൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ അതിനെ എന്തു പറയുന്നു? അപ്പോൾ നമ്മൾ ഡെലൂഷൻ പഠിച്ചിട്ടുണ്ട്, ഇല്യൂഷൻ പഠിച്ചിട്ടുണ്ട്, ഹാലൂസിനേഷൻ പഠിച്ചിട്ടുണ്ട്. പെർസെപ്ഷനിൽ വരുന്ന പ്രോബ്ലംസ് ആണ് അല്ലേ ഹാലൂസിനേഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡെലൂഷൻ്റെ ടൈപ്പിൽ നിന്നാണ്. മറ്റൊരു അബ്നോർമൽ എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട് നമുക്ക് ഡെലൂഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്തു പറയുന്നു? ഓപ്ഷൻ എ അൺസ്പെസിഫൈഡ് ഡെലൂഷൻ ആണോ? ഓപ്ഷൻ ബി പ്രൈമറി ഡെലൂഷൻ ആണോ? ഓപ്ഷൻ സി ഓട്ടോസ്റ്റോണസ് ഡെലൂഷൻ ആണോ? ഓപ്ഷൻ ഡി സെക്കൻഡറി ഡെലൂഷൻ ആണോ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും സൈക്യാട്രി പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പഠിച്ച സമയത്ത് പഠിച്ചില്ല. പക്ഷെ ഇന്ന് ഇത് നമ്മൾ പഠിച്ചേ പറ്റൂ. കാരണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. സിമ്പിളായിട്ട് ഡെലൂഷൻ ചോദിച്ചെങ്കിൽ എല്ലാവരും കറക്റ്റ് ആൻസർ ചെയ്യും. അപ്പോൾ കുട്ടികൾ ചെയ്യാൻ പറ്റാത്ത, കാൻഡിഡേറ്റ്സിന് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുടെ കഴിവ്. അപ്പോൾ അവിടെ എന്തായിരിക്കും ഓപ്ഷൻ വരിക? കറക്റ്റ് ഓപ്ഷൻ ഡി സെക്കൻഡറി ഡെലൂഷൻ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ എല്ലാ ടൈപ്പ് ഡെലൂഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം ഡെലൂഷൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. ഫിക്സ്ഡ് ഫോൾസ് ബിലീഫ്, ഇറ്റ് കനോട്ട് ബി കറക്റ്റഡ് ബൈ ലോജിക്. നമുക്ക് ലോജിക്കിലൂടെ പേഷ്യൻറ്റിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉറച്ച വിശ്വാസങ്ങൾ, അതിനെ ഡെലൂഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റിയൽ സ്റ്റിമുലൈ ആ ഒരു പേഷ്യൻ്റ് ചില പെർസെപ്ഷൻസ് പെർസീവ് ചെയ്യുന്നു, എക്സ്പീരിയൻസ് പെർസീവ് ചെയ്യുന്നു. ഫോൾസ് സെൻസറി പെർസെപ്ഷൻ, വിഷ്വൽ ഹാലുസിനേഷൻ, ഓഡിറ്ററി ഹാലുസിനേഷൻ, ടാക്ടൈൽ ഹാലുസിനേഷൻ, ജസ്റ്റേറ്ററി ഹാലുസിനേഷൻ, പല ടൈപ്പ് ഉണ്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്പെർസെപ്ഷൻ. ദാറ്റ് മീൻസ് അവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ട്, റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ട്, അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അതായത് കയറ് കിടക്കുന്ന കണ്ടിട്ട് പാമ്പാണെന്ന്, പാമ്പല്ല എന്ന് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവരത് മാറ്റി ചിന്തിക്കത്തില്ല. സൈക്കാട്രി പേഷ്യൻസ്, ഇതാണ് ഇല്യൂഷൻ. ഡെലൂഷൻ, ഹാലൂസിനേഷൻ, ഇല്യൂഷൻ. പക്ഷേ നമുക്കിവിടെ ഡെലൂഷൻ്റെ ടൈപ്സ് കൂടെ വേണം. ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇതും ഞാൻ ശ്രീവാണി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ എടുത്തതാണ്. ഡെലൂഷൻ എന്ന് പറയുന്നത് പ്രൈമറി അല്ലെങ്കിൽ ഓട്ടോസ്റ്റോണസ് ഡെലൂഷൻ എന്ന് പറയാറുണ്ട്. പിന്നെ രണ്ടാമത് സെക്കൻഡറിയിൽ ഡെലൂഷൻ ഉണ്ട്. ഡെലൂഷണൽ മൂഡ്, ഡെലൂഷണൽ പെർസെപ്ഷൻ, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെലൂഷൻ ഓഫ് റെഫറൻസ്, ഡെലൂഷൻ ഓഫ് കൺട്രോൾ, ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി അല്ലെങ്കിൽ ഡെലൂഷൻ ഓഫ് ജലസി, ഡെലൂഷൻ ഓഫ് ഗിൽട്ട്, സൊമാറ്റിക് ഡെലൂഷൻ, നിഹിലിസ്റ്റിക് ഡെലൂഷൻ, എറട്ടോമേനിയ, മൂഡ് ഇൻകോൺഗ്രുവൻറ്റ് ഡെലൂഷൻ, മൂഡ് കോൺഗ്രുവൻറ്റ് ഡെലൂഷൻ, സിസ്റ്റമൈസ്ഡ് ഡെലൂഷൻ, ബിസയർ ഡെലൂഷൻ. ഇത്രയും ടൈപ്സ് ഡെലൂഷനിൽ മാത്രം ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഡെലൂഷൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യാം. മാക്സിമം എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഡെലൂഷൻ്റെ ടൈപ്സ് എല്ലാം ഇപ്പോൾ തന്നെ പഠിച്ചോളുക. ഇവിടെ നോക്കൂ, ഞാൻ അത്യാവശ്യം നമ്മുടെ ഓപ്ഷനിലുള്ളത് ഞാനൊന്ന് പറയാം. പ്രൈമറി ഡെലൂഷൻ അല്ലെങ്കിൽ ഓട്ടോസ്റ്റോണസ് എന്ന് പറയുന്ന ഡെലൂഷൻ്റെ അർത്ഥം എന്താണ്? അതായത് അവിടെ പ്രത്യേകിച്ച് പ്രീവിയസ് എക്സ്പീരിയൻസ്, പ്രീവിയസ് ഇവൻറ്റുകളുമായിട്ട് ഒന്നും കണക്ഷൻ ഇല്ലാതെ പെട്ടെന്ന്
സഡൻ ആയിട്ട് അപ്പിയർ ചെയ്യുന്ന ഡെലൂഷൻ ആണെങ്കിൽ, എക്സാമ്പിൾ സ്കിസോഫ്രീനിയ പേഷ്യൻസിലൊക്കെ ഉണ്ടാകുന്ന ഡെലൂഷനാണ് പ്രൈമറി അല്ലെങ്കിൽ ഓട്ടോസ്റ്റോണസ് ഡെലൂഷൻ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 2 ഓപ്ഷൻ, ഒന്ന് പ്രൈമറി ഒന്ന് ഓട്ടോസ്റ്റോണസും ആയിരുന്നു. അങ്ങനെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ സഡൻലി ഡെവലപ്പ് ചെയ്യുന്ന സെൽ ഡെലൂഷനെ ഈ പേരുകളിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ വിത്ത് പ്രിസീഡിങ് മോർബിഡ് എക്സ്പീരിയൻസ്, മുന്നേയുള്ള പല അബ്നോർമൽ എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഡെലൂഷൻ ആണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? സെക്കൻഡറി ഡെലൂഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ന് നമ്മൾ പറഞ്ഞാൽ കറക്റ്റ് ഓപ്ഷൻ ഡി, സെക്കൻഡറി ഡെലൂഷൻ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഡെലൂഷണൽ മൂഡും ബാക്കി പെർസെപ്ഷനും ഗ്രാൻഡ്യൂറും ഗിൽട്ടും റെഫറൻസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും നിങ്ങൾ മീനിങ് വായിച്ച് നോക്കണം. സിമ്പിൾ മീനിങ് ആണ്, വായിച്ച് നോക്കാം. അപ്പോൾ ഞാനൊന്ന് സ്ലോയിൽ കാണിക്കാം. നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ പോസ് ചെയ്ത് വായിക്കാം. ശ്രീവാണി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എടുത്ത് വായിച്ചാലും മതി. ഓക്കെ, അടുത്ത് 51ാമത്തെ ക്വസ്റ്റ്യൻ. എ നേഴ്സ് വൈൽ ബീയിങ് വിത്ത് എ ക്ലയന്റ് വിത്ത് വയലന്റ് ബിഹേവിയർ, അതായത് പേഷ്യൻ്റ് അഗ്രസീവ് ആയിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ്, നമ്മൾ അവരെ കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷുഡ് നോട്ട് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, പ്രൊവൈഡ് ഹൈ കലോറിക് ഡയറ്റ്. വയലന്റ് ബിഹേവിയറുമായിട്ട് ബന്ധമുള്ള ഒരു മാനേജ്മെന്റ് അല്ല, പക്ഷെ നമ്മൾ അവിടെ ഹൈ കലോറിക് ഡയറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പേഷ്യന്റിന് ഇഷ്ടമുള്ള ആഹാരം വേണമെങ്കിൽ കൊടുക്കാം. ഓപ്ഷൻ ബി, ആർഗ്യൂ വിത്ത് ദ പേഷ്യന്റ്. പേഷ്യന്റുമായിട്ട് തർക്കിക്കുക. എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്, തർക്കിക്കുകയാണോ ചെയ്യേണ്ടത്? ഓപ്ഷൻ സി, പ്രൊവൈഡ് എ കൺസിസ്റ്റന്റ് സ്ട്രക്ചേർഡ് എൻവയോൺമെന്റ്. ഓപ്ഷൻ ഡി, ഗീവ് സിമ്പിൾ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ്. ഇതിൽ ചെയ്യാൻ പാടില്ലാത്തത് ഈസി ക്വസ്റ്റ്യൻ, ആർഗ്യൂ വിത്ത് ദ പേഷ്യന്റ്. വി ഷുഡ് നോട്ട് ആർഗ്യൂ വിത്ത് ദ പേഷ്യന്റ്. വയലന്റ് ബിഹേവിയർ ഉള്ള പേഷ്യന്റുമായിട്ട്, ഒരു പേഷ്യന്റുമായിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പാടില്ല. എന്നാലും വയലന്റ് ബിഹേവിയർ അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ ഉള്ള പേഷ്യന്റ് സ്പെസിഫിക്കലി വി ഷുഡ് നോട്ട് ആർഗ്യൂ വിത്ത് ദാറ്റ് പേഷ്യന്റ്. നെക്സ്റ്റ് 52, during the working phase of nurse-patient relationship. It's very important unit. Nurse-patient relationship അല്ലെങ്കിൽ therapeutic communication. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, IPR എന്നൊക്കെ പറയുന്നത്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പിൻ്റെ വർക്കിംഗ് ഫേസിൽ മെൻ്റലി ഇൽ ക്ലയൻറ്റ് ബ്രേക്സ് അപ്പോയിൻമെൻറ്റ്. പേഷ്യൻ്റ് അവിടെ അപ്പോയിൻമെൻറ്റ് ബ്രേക്ക് ചെയ്യുന്നു. കാരണം ഇതിനിടയ്ക്ക് പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നു, വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു, ഇനി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാതെ പോകുന്നു. അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ വരുന്നില്ല, വർക്കിംഗ് ഫേസിൽ വരുന്നില്ല, അതിൻ്റെ അർത്ഥം കംസ് ലേറ്റ് ടു ദ തെറാപ്പി, ബീങ് ഫോർഗെറ്റ്ഫുൾ, മറന്നുപോയി എന്ന് പറഞ്ഞ് തെറാപ്പിക്ക് വരാതിരിക്കുന്നു. അതിൽ എന്ത് തരത്തിലുള്ള ഇംബാസ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രോബ്ലമാണ് നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ദ നേഴ്സ് ഐഡൻറ്റിഫൈസ് ദാറ്റ് ദിസ് ബിഹേവിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് തരത്തിലുള്ള ഇംബാസ് ആണത്? റെസിസ്റ്റൻസ് ആണോ, കൗണ്ടർ ട്രാൻസ്ഫറൻസ് ആണോ, അതോ ട്രാൻസ്ഫറൻസ് ആണോ, ബൗണ്ടറി വയലേഷൻസ് ആണ്? പേഷ്യൻറ്റ് ഡോണ്ട് വോണ്ട് ടു കം, അല്ലെങ്കിൽ പേഷ്യൻറ്റ് ഈസ് നോട്ട് കമ്മിങ് ഫോർ ദ വർക്കിംഗ് ഫേസ് ഓർ അല്ലെങ്കിൽ നേഴ്സ് പേഷ്യൻറ്റ് റിലേഷൻഷിപ്പ്. അതിൻ്റെ അർത്ഥം റെസിസ്റ്റൻസ് എന്നാണ്, അല്ലേ? അത് ഈസി ആയിട്ട് നമുക്കറിയാം. കൗണ്ടർ ട്രാൻസ്ഫറൻസും എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെയും നേഴ്സിൻ്റെയും അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസും ലൈഫ് ഇവൻറ്റ്സും അവിടെ ആ ഒരു ടോക്കിനുള്ളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ബൗണ്ടറി വയലേഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നതാണ്, അല്ലെ? ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ദർ ഇസ് എ ലിമിറ്റ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓപ്പൺലി ചോദിക്കാം, അത് ക്രോസ് ചെയ്യുന്നതാണ് ബൗണ്ടറി വയലേഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പേഷ്യൻറ്റ് ഡോണ്ട് വാണ്ട് ടു കം, അല്ലെങ്കിൽ പേഷ്യൻറ്റ് കംസ് ലേറ്റ് ടു ദ തെറാപ്പി ബീങ് ഫോർഗെറ്റ്ഫുൾ എന്ന് താമസിച്ചാണ് വരുന്നത്, മറന്നുപോയി എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും അറിഞ്ഞുകൂടാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഫ്രീക്വൻലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമ്പിൾ, റെസിസ്റ്റീവ് ബിഹേവിയറിൻ്റെ തന്നെ മറ്റൊരു ഫോമുകളാണ്, അതിൻ്റെ ഒരു ഫലമാണിത്. ട്രാൻസ്ഫറൻസ് ഈസ് ദ അൺകോൺഷ്യസ് ട്രാൻസ്ഫർ ഓഫ് ക്വാളിറ്റീസ് ഓർ ആട്രിബ്യൂട്ട്സ് ഒറിജിനലി അസോസിയേറ്റഡ് വിത്ത് അനദർ ഇൻഡിവിജ്വൽ ബൈ ദ പേഷ്യൻ്റ്. പേഷ്യൻ്റെ ജീവിതത്തിൽ മുമ്പേ ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റ് വ്യക്തികളെ അല്ലെങ്കിൽ മറ്റ് ഇവൻറ്റ്സുകളെ അതിനെ നമ്മുടെ ഈ ടോക്കിനിടയിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതാണ് ട്രാൻസ്ഫറൻസ്. എന്നാൽ കൗണ്ടർ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നേഴ്സ് അവിടെ ഈ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ആ ഒരു നേഴ്സിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ്, ഏർലിയർ റിലേഷൻഷിപ്പ്, അതൊക്കെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻഅപ്രോപ്രിയേറ്റഡ് അവിടെ ആട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. ക്ലയൻസ് ട്രാൻസ്ഫറൻസ് പ്രൊവോക്സ് ദ നേഴ്സസ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്
റിയാക്ഷൻസ്. അതാണ് രണ്ട് റെസിസ്റ്റീവ് ബിഹേവിയറിൻ്റെ രണ്ട് ഫാക്ടറുകളാണ് ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും എന്ന് പറയുന്നത്. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് 53, എ ക്ലയൻറ്റ് റിസീവിങ് ആൻറ്റിസൈക്കോട്ടിക് ഈസ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സൈക്കോഫാർമക്കോളജി. ആൻറ്റിസൈക്കോട്ടിക് ഡെവലപ്ഡ് ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻസ് സിൻഡ്രോം. ഒരുപാട് ഡ്രഗ്സ് നമ്മൾ സൈക്കാട്രിയിൽ പഠിക്കുന്നുണ്ട്, സൈക്കോഫാർമക്കോളജിയിൽ. അതിൽ ഏറ്റവും പ്രധാനവും ഫസ്റ്റ് ക്ലാസിഫിക്കേഷനുമാണ് ആൻറ്റിസൈക്കോട്ടിക്സ് അല്ലെങ്കിൽ ന്യൂറോലെപ്റ്റിക്സ് അല്ലെങ്കിൽ മേജർ ട്രാങ്കുലൈസേഴ്സ് എന്ന് പറയുന്നത്. ന്യൂറോലെപ്റ്റിക്സ്, മേജർ ട്രാങ്കുലൈസേഴ്സ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഡോപ്പമിൻ എഗോണിസ്റ്റ്. ഈ താഴെ പറയുന്നതിൽ ഡോപ്പമിൻ എഗോണിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോലെപ്റ്റിക്സ് മാലിഗ്നൻസ് സിൻഡ്രോം. എന്താണ് ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻസ് സിൻഡ്രോം? ഈ ഒരു ആൻറ്റിസൈക്കോട്ടിക്സ് എടുക്കുന്ന സമയത്ത് പേഷ്യൻസിന് കുറേ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകുന്നുണ്ട്. അതിലാണ് നമ്മൾ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഒക്കെ പഠിക്കുന്നത്. അതിൽ ഒരു സൈഡ് എഫക്റ്റാണ് ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻസ് സിൻഡ്രോം എന്ന് പറയുന്നത്. സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരു സിംറ്റം അല്ല, ഒരുപാട് സിംറ്റംസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് ആൻറ്റിസൈക്കോട്ടിക് ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻസ് സിൻഡ്രോം ഡെവലപ്പ് ചെയ്യുന്ന ഡോപ്പമിൻ എഗോണിസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിസൈക്കോട്ടിക്? ഡാൻഡ്രോലിനാണോ, ബ്രോമോക്രിപ്റ്റിനാണോ, പെസിറ്റൈൻ ആണോ, മെറ്റാക്ലോപ്രമൈഡ് ആണോ? കറക്റ്റ് ഓപ്ഷൻ ബി, ബ്രോമോക്രിപ്റ്റിൻ. സൈക്കോഫാർമക്കോളജി ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലെങ്തി ടോപ്പിക്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പകരം ന്യൂറോലെപ്റ്റിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻസ് സിൻഡ്രോം എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകുന്നു എന്ന് ഞാൻ പറയാം. ദിസ് ഈസ് എ റെയർ. ഈ ഒരു ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻസ് സിൻഡ്രോം റെയർ ആയിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനുമാണ്. എ സ്മോൾ മൈനോറിറ്റി ഓഫ് പേഷ്യൻസ്, വളരെ കുറച്ച് പേഷ്യൻസ്, ന്യൂറോലെപ്റ്റിക്സ് എടുക്കുന്ന കുറച്ച് പേഷ്യൻസ്, എക്സ്പെഷ്യലി ഹൈ പൊട്ടൻസി കോമ്പൗണ്ട്സ് എടുക്കുന്നവർക്കാണ് ഈ ഒരു ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻസ് സിൻഡ്രോം ഉണ്ടാകുന്നത്. ആദ്യത്തെ 10 ദിവസങ്ങൾ അത്ര കാര്യമായിട്ട് ഡ്രഗ്സ് എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ 10 ദിവസം വരെ ഇത് ഉണ്ടാകാറില്ല. എന്നാൽ ക്ലിനിക്കൽ പിക്ചർ പെട്ടെന്ന് ഒരു 24 എന്നാൽ ചില പേഷ്യൻസിന് എന്താണ് 72 മണിക്കൂർ കഴിയുമ്പോൾ സിവിയർ ആയിട്ടുള്ള മോട്ടോർ ഡിസോർഡേഴ്സും മെൻ്റൽ ഡിസോർഡേഴ്സും ഓട്ടോമിക് ഡിസോർഡേഴ്സ് ഉണ്ടാകാറുണ്ട്. മോട്ടോർ സിംറ്റംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് മസ്കുലാർ ഹൈപ്പർട്രോണിസിറ്റി ഉണ്ടാകും, സ്റ്റിഫ്നെസ് ഓഫ് ദ മസിൽസ് ഇൻ ദ ത്രോട്ട്, ചെസ്റ്റ്, അതിൻ്റെ ഫലമായി ഡിസ്ഫേഷ്യ, ഡിസ്നിയ ഉണ്ടാകുന്നു. ഇതെല്ലാമാണ് മോട്ടോർ സിംറ്റംസ്. ഇതുകൂടാതെ മെൻ്റൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഏകൈനസ്റ്റിക് മ്യൂട്ടിസം, സ്റ്റ്യൂപ്പർ, ഇംപെയർഡ് കോൺഷ്യസ്നെസ്, ഹൈപ്പർ പൈറക്സിയ. മെൻ്റൽ ഡിസോർഡേഴ്സ്, മെൻ്റൽ സിംറ്റംസ് എന്ന് പറയുന്നത് ഏകൈനസ്റ്റിക് മ്യൂട്ടിസവും സ്റ്റ്യൂപ്പറും ഇംപെയർഡ് കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നു. നെക്സ്റ്റ് ഹൈപ്പർ പൈറക്സിയ ഡെവലപ്സ് വിത്ത് എവിഡൻസ് ഓഫ് ഓട്ടോമിക് ഡിസ്റ്റർബൻസസ് ഇൻ ദ ഫോം ഓഫ് അൺസ്റ്റേബിൾ ബ്ലഡ് പ്രഷർ. ഓട്ടോമിക് സിംറ്റംസിൻ്റെ എന്തൊക്കെയാണ്? ബ്ലഡ് പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നു, ടാക്കിക്കാർഡിയ ഉണ്ടാകുന്നു, എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടാകുന്നു, സലേവേഷൻ കൂടുന്നു, യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്നു. ഇത് കൂടാതെ ബ്ലഡിലും ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ലെവൽ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്, വളരെ കൂടാൻ ചാൻസ് ഉണ്ട്. WBC കൗണ്ട് വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ന്യൂമോണിയ, ത്രോംബോ എംബോളിസം, കാർഡിയോവസ്കുലർ കൊളാപ്സ്, റീനൽ ഫെയിലുവർ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ മോട്ടോർ സിംറ്റംസും മെൻ്റൽ സിംറ്റംസും ഓട്ടോമിക് ഡിസ്റ്റർബൻസസും എല്ലാം ചേർന്ന് വരുന്നതിന് ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻസ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഡ്രഗ് സ്റ്റോപ്പ് ചെയ്ത് 1-2 ആഴ്ച കഴിയുമ്പോൾ ഈ സിംറ്റംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ആൻറ്റിസൈക്കോട്ടിക്സ് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിക്കണം. പോസിറ്റീവ് സിംറ്റംസ്, നെഗറ്റീവ് സിംറ്റംസ്, അല്ലെങ്കിൽ EPS, സ്കിസോഫ്രീനിയ പഠിക്കുമ്പോൾ പോസിറ്റീവ് സിംറ്റംസ്, നെഗറ്റീവ് സിംറ്റംസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടെർമിനോളജിയും സൈക്കാട്രിയിൽ ഓരോ ക്വസ്റ്റ്യനാണ്. ആ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ്, എ പേഴ്സൺ പെർസിസ്റ്റൻ്റ്ലി വിയേഴ്സ് ക്ലോത്ത്സ് ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ് ആക്ച്വലി ഓർ ഇൻ ഫാൻറ്റസി ഫോർ സെക്ഷുവൽ അറൗസൽ. ദിസ് ഡിസോർഡർ ഈസ്, അതായത് പുരുഷന്മാർ സ്ത്രീകളുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ ഡ്രസ്സിങ് ചെയ്യാൻ നോക്കുക. അതായത് ഫോർ സെക്ഷുവൽ അറൗസലിന് വേണ്ടിയിട്ട് ആ ഒരു ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഡ്രസ്സ് ധരിക്കുന്നു, എക്സ്പെഷ്യലി ഇന്നർ ഡ്രസ്സ് അല്ലെങ്കിൽ ഇന്നേഴ്സ് ധരിക്കുന്നു. അത് സ്വപ്നത്തിലോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ ആക്ച്വലിയോ ഫാൻറ്റസിയിലോ ആകാം. ഇതൊരു ഡിസോർഡറാണ് അല്ലെ? അത് ഏത് തരം ഡിസോർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യുവൽ റോൾ ട്രാൻസ്വെസ്റ്റിസം ആണോ, പ്രൈമറി ട്രാൻസ് സെക്ഷുവലിസം ആണോ, സെക്കൻഡറി ട്രാൻസ് സെക്ഷുവലിസം ആണോ, ഫെറ്റിഷ്ടിസ്റ്റ് ട്രാൻസ്വെസ്റ്റിസം ആണോ? ഏതാണ് ക്വസ്റ്റ്യൻ, ഏതാണ് ഈ ഒരു അർത്ഥമാക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ D ആണ്, ഫെറ്റിഷ്ടിസ്റ്റ് ട്രാൻസ്വെസ്റ്റിസം എന്നാണ്
പറയുന്നത്. അപ്പോൾ അത് ഞാനിവിടെ നമ്മുടെ ശ്രീവാണി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സെക്ഷുവൽ ഡിസോർഡേഴ്സ്, അത് നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ അറിയേണ്ട, അതിൻ്റെ മീനിങ്ങുകൾ മാത്രം അറിഞ്ഞാൽ മതി. ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷുവൽ അറൗസൽ ഒക്കേഴ്സ് ഓൺ നോൺ ലിവിങ് ഓബ്ജക്റ്റ്. ഒരു ജീവനില്ലാത്ത ഒരു വസ്തുവിന്മേൽ സെക്ഷുവൽ അറൗസൽ ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് സെക്ഷുവൽ അറൗസൽ ഉണ്ടാക്കുന്നെങ്കിൽ എക്സ്പെഷ്യലി ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഡ്രസ്സ്, ബ്രാ, അണ്ടർ പാൻസ്, ഷൂസ്, ഗ്ലൗസ് ഇതൊക്കെ ധരിക്കുമ്പോൾ അതിന് ഫെറ്റിഷിസം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്വെസ്റ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷുവൽ അറൗസൽ ഒക്കേഴ്സ് ബൈ വിയറിംഗ് ക്ലോത്ത്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തത് വന്നതായിരുന്നു ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുടെ ഡ്രസ്സ് ധരിച്ച് എക്സ്പെഷ്യലി ആ ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് സെക്ഷൽ ഇറോസൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫെറ്റിഷിസം, ട്രാൻസ്വെസ്റ്റിസം എന്ന് കമ്പൈൻ ചെയ്തവിടെ പറഞ്ഞത്. ഇത് സെപ്പറേറ്റ് ആയിട്ടും ആൾക്കാർക്ക് ഉണ്ടാകാം. നെക്സ്റ്റ് സെക്ഷുവൽ സാഡിസം, സെക്ഷുവൽ മാസോച്ചിസം, എക്സിബിഷനിസം, വോയറിസം, അതുപോലെ ഫ്രോട്യൂറിസം, പെഡോഫിലിയ, സുവോഫിലിയ, അതുപോലെ പാരാഫിലിയാസ്, അങ്ങനെ പല തരത്തിലുള്ള സെക്ഷുവൽ പ്രോബ്ലംസ് ഉണ്ട്. പേരുകൾ പലതരമുണ്ട്, ഓരോന്നിനും ഓരോ അർത്ഥവുമുണ്ട്. ചിലപ്പോൾ ആ മീനിങ് വെച്ചിട്ട് ചിലപ്പോൾ ചോദിക്കാം ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഡ്രസ്സ് ധരിക്കുന്നത്, അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സിൽ സെക്ഷുവൽ അറൗസൽ കണ്ടെത്തുന്നത്, അങ്ങനെ പല ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ജെനിറ്റാലിയ എക്സ്പോഷർ, സെക്ഷുവലി അറൗസ്ഡ് ബൈ എക്സ്പോഷർ ഓഫ് ഓൺസ് ജെനിറ്റാലിയ ടു അൺസസ്പെക്ടിങ് സ്ട്രേഞ്ചർ, അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ട്രേഞ്ചറുടെ മുന്നിൽ ജെനിറ്റാലിയ എക്സ്പോഷർ ചെയ്യുന്നത്, അതാണ് എക്സിബിഷനിസം എന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം മീനിങ് ഒന്ന് നോക്കി വെക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന വേർഡ് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ നിങ്ങളുടെ സൈക്കാട്രിയുടെ ഒരു പ്രത്യേകത കൂടുതലും വേർഡുകളിൽ നിന്നാണ്, ടെർമിനോളജീസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നെക്സ്റ്റ് 55, എ ക്ലയന്റ് വിത്ത് സ്കിസോഫ്രീനിയ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സ്കിസോഫ്രീനിയ നമ്മുടെ കണ്ടീഷൻസിൽ, സൈക്കാട്രിക് ഡിസോർഡേഴ്സിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന സ്കിസോഫ്രീനിയാണ്. അതിൽ പോസിറ്റീവ് സിംറ്റംസും ഉണ്ട്, നെഗറ്റീവ് സിംറ്റംസും ഉണ്ട്. അപ്പം നെഗറ്റീവ് സിംറ്റംസ് റിലേറ്റഡ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നതിൽ ഏതാണ് നെഗറ്റീവ് സിംറ്റം അല്ലാത്തത്? The nurse understands that one of the following is not a negative symptom. ബാക്കി എല്ലാം നെഗറ്റീവാണ്. എന്തൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ അറ്റൻഷണൽ ഇമ്പയർമെൻറ്റ്, ഓപ്ഷൻ ബി എ സോഷ്യാലിറ്റി, ഓപ്ഷൻ സി എലോജിയ, ഓപ്ഷൻ ഡി ആംബിവാലൻസ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് സിംറ്റംസ് നെഗറ്റീവ് സിംറ്റംസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ്, അതിൻ്റെ മീനിങ്ങൾക്കൊപ്പം അത് ഏതൊക്കെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതെന്നും കൂടെ നോക്കുക. ഒരുപാട് സിംറ്റംസ് ഉണ്ട്, ഒരുപാട് സൈക്കോട്ടിക് ആയിട്ടുള്ള സിംറ്റംസ് ഉള്ള ഒരു കണ്ടീഷനാണ് സ്കിസോഫ്രീനിയ. അതിൽ ആംബിവാലൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സിംറ്റമാണ്, അത് നെഗറ്റീവ് സിംറ്റം അല്ല. ഇവിടെ ഇതിൻ്റെ എല്ലാം നിങ്ങൾ ഇത്ര മാത്രമല്ല, ആക്ച്വലി സ്കിസോഫ്രീനിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ ക്ലാസ് എടുത്താൽ മാത്രമേ നമുക്ക് സ്കിസോഫ്രീനിയെ കംപ്ലീറ്റ്ലി പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് സൈക്കോട്ടിക് സിംറ്റംസും പോസിറ്റീവ് ഡിസോർഗനൈസേഷൻ സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസ്. ഇതിൽ അലോജിയ, പുവർ അറ്റൻഷൻ, എവോൾഷൻ, എനഡോണിയ, അല്ലെങ്കിൽ ലോസ് ഓഫ് സോഷ്യൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ സോഷ്യാലിറ്റി, ഇതൊക്കെ നെഗറ്റീവ് സിംറ്റംസ് ആണ്. പക്ഷെ ആംബിവാലൻസ് മാത്രം അവിടെ പോസിറ്റീവാണ്. അതായത് കോ എക്സിസ്റ്റൻസ് ഓഫ് ഓപ്പോസിങ് ഡ്രൈവ്സ്, അതായത് ചെയ്യണമോ വേണ്ടയോ, 2 ഇമോഷണൽ റിയാക്ഷൻ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഇമോഷൻസ്, ഫീലിങ്സ് ഒരേ സമയം പേഷ്യൻസിൽ ഉണ്ടായി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അതിനെയാണ് ആംബിവാലൻസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്കവിടെ പറയാൻ പറ്റത്തില്ല. കോ എക്സിസ്റ്റൻസ് ഓഫ് 2 ഒപ്പോസിങ് ഡ്രൈവ്സ്, അതിനാണ് ആംബിവാലൻറ്റ് അല്ലെങ്കിൽ ആംബിവാലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതുപോലെ ഒന്നുകൂടെ ഞാൻ പറയുന്നു, സ്കിസോഫ്രീനിയ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് 56, a child presents with a low per accuracy in the use of speech sounds. സ്പീച്ച് സൗണ്ടുകൾ കുട്ടികൾ ചൈൽഡ്ഹുഡ് ഡിസോർഡറിൽ കാണുന്ന പ്രോബ്ലംസ് ആണ് ഇവിടെ പറയുന്നത്. സംസാരിക്കുമ്പോൾ അതിൻ്റെ ആക്യുറസി വരുന്നില്ല. പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും സൗണ്ടുകൾ ഒമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതായത് ഒഴിവാക്കി പോകുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു സൗണ്ടിന് പകരം മറ്റൊരു സൗണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഒരു കണ്ടീഷനെ അല്ലെങ്കിൽ ഈ ഒരു സിംറ്റമിന് എന്താണ് പറയുന്നത്? ഇനാക്യുറസി ഇൻ സ്പീച്ച് സൗണ്ട്. That means speech sounds are omitted or substituted. Option A dyslexia ആണോ, ഓപ്ഷൻ ബി ഡിസ്ഓർത്തോഗ്രാഫി ആണോ, ഓപ്ഷൻ സി ഡിസ്ലാലിയ ആണോ, ഓപ്ഷൻ ഡി ഡിസ്പ്രക്സിയ ആണോ? കറക്റ്റ് ഓപ്ഷൻ സി ഡിസ്ലാലിയ ആണ്. കാരണം ഇത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടെർമിനോളജീസ് എല്ലാം നമ്മൾ
അറിഞ്ഞിരിക്കണം. ഡിസ്ലാലിയ അല്ലെങ്കിൽ ഡിസ്ലെക്സിയ ആദ്യം പറയാം. ഇറ്റ്സ് എ ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് പ്രൈമറി എഫക്ട്സ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ഡ്യൂ ടു ഡിഫിക്കൽട്ടീസ് പ്രോസസ്സിംഗ് ലാംഗ്വേജ്. പഠിക്കാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല. ലേണിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. വായിക്കാനും എഴുതാനും പറ്റുന്നില്ല. എന്താണ് അതിൻ്റെ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്? ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാൻ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് ഡിസ്ലെക്സിയ എന്ന് പറയുന്നു. അടുത്ത ഡിസ്ഓർത്തോഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ഇതും ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ സിഗ്നിഫിക്കൻറ്റ് ഡിഫിക്കൽട്ടീസ് ഇൻ സ്പെല്ലിംഗ്. അതായത് കറക്റ്റായിട്ട് വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് എഴുതാൻ പറ്റുന്നില്ല. ഡിസ്ലെക്സിയയ്ക്ക് ഒപ്പം ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഡിസ്ഓർത്തോഗ്രാഫിയ. അതായത് സ്പെല്ലിംഗ്, റൈറ്റിംഗ് എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ സ്പെല്ലിംഗ് പറയുമ്പോൾ അവിടെ കറക്റ്റായിട്ട് പറ്റുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് സൈൻ ഓഫ് ലോ ഇൻ്റലിജൻസ്. അത് അതിൻ്റെ അർത്ഥം ആ ഒരു കുഞ്ഞവിടെ ഇൻ്റലിജൻ്റ് അല്ല എന്നല്ല, പക്ഷേ അത് ആ കോംപ്രിഹെൻഷനിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. കറക്റ്റായിട്ട് സ്പെല്ലിംഗ് പറയാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നില്ല. ഡിസ്ഓർത്തോഗ്രാഫിയ, അതായത് നമ്മുടെ കുട്ടികൾക്ക് പലർക്കും ഈ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അവർക്കൊക്കെ ഈ ഒരു ലേണിംഗ് ഡിസോർഡർ ഉണ്ടെന്നല്ല. കുട്ടികൾ പതുക്കെ അത് ഇൻ്റലിജൻ്റ് ആകുന്നത് വരെ കറക്റ്റ് എന്ന ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതല്ലാതെ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ഇത് എപ്പോഴും കുട്ടികൾ കാണാറുണ്ട്. ഡിസ്ലെക്സിയയും ഡിസ്ഓർത്തോഗ്രാഫിയും. എന്താണ് ഡിസ്ലേലിയ എന്ന് പറഞ്ഞാൽ? ഇനബിലിറ്റി ടു ആർട്ടിക്കുലേറ്റ് കോംപ്രിഹെൻസിബിൾ സ്പീച്ച് എക്സ്പെഷ്യലി വെൻ അസോസിയേറ്റ് വിത്ത് യൂസ് ഓഫ് പ്രൈവറ്റ് വേർഡ്സ് ഓർ സൗണ്ട്. പ്രത്യേക തരത്തിലുള്ള സൗണ്ട്, മനസ്സിലാക്കിയ ലാംഗ്വേജ് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല. ആ സൗണ്ട് നമുക്ക് പ്രൈവറ്റ് വേർഡ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് സൗണ്ട്, ആ ഒരു സ്പെഷ്യൽ സൗണ്ടുകൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിനെ ഡിസ്ലേലിയ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഡിസ്പ്രക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ ആണ്. ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട് മോട്ടോർ സ്കിൽസ് ആൻഡ് കോർഡിനേഷൻ. മോട്ടോർ സ്കിൽസിനെയും നമ്മുടെ കോർഡിനേഷൻ, ഹാൻഡ് റൈറ്റിംഗ്, മോട്ടോർ സ്കിൽസ്, അതായത് നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിങ്ങിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു. കൊഗ്നിറ്റീവ് ഫങ്ഷൻസും മോട്ടോർ സ്കിൽസും നമുക്ക് അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെ ഡിസ്പ്രക്സിയ എന്ന് പറയും. നെക്സ്റ്റ് 57th ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദറ്റ് ഈസ് സബ്സ്റ്റൻസ് അബ്യൂസിലുള്ള ഒരു ടൈപ്പാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. ആൽക്കഹോളിക് പേഷ്യൻറ്റിന് നമ്മൾ അവിടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഡിറ്ററൻറ്റ് തെറാപ്പി ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഡൈസൾഫിറം എന്ന് പറയുന്നത്. എ നോൺ ആൽക്കഹോളിക് ക്ലയൻറ്റ് അഡ്മിറ്റഡ് ടു ഡി അഡിക്ഷൻ സെൻറ്റർ ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ഓൺ ഡൈസൾഫിറം. ദ യൂഷ്വൽ ഡോസ് ഓഫ് ഡൈസൾഫിറം. ഇവിടെ ആൻറ്റി ഡിറ്ററൻറ്റ് തെറാപ്പിയെക്കുറിച്ച് ചോദിച്ചില്ല, എന്തിനാണത് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ല. അവിടെ കൊടുക്കുന്ന ഡ്രഗിൻ്റെ ഡോസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ 250 to 500 mg ആണോ? ഓപ്ഷൻ ബി 750 to 1000 mg ആണോ? ഓപ്ഷൻ സി 50 to 100 mg ആണോ? ഓപ്ഷൻ ഡി 100 mg to 200 mg ആണോ? സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ 250 to 500 mg. ഇവിടെ ഞാൻ ആൽക്കഹോൾ ഡിറ്ററൻറ്റ് തെറാപ്പി കംപ്ലീറ്റ്ലി, അതിൻ്റെ ഡിറ്ററൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഡ്രഗാണ് അവിടെ കൊടുക്കുന്നത്, ആ ഡ്രഗിൻ്റെ ആക്ഷനും മെക്കാനിസം ഓഫ് ആക്ഷൻ കംപ്ലീറ്റ്ലി, അതിൻ്റെ സൈഡ് എഫക്ട്സ്, തെറാപ്യൂട്ടിക് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ നിന്ന് ഏത് പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ സൈക്കാട്രിയുടെ പ്രത്യേകതയാണ് ഓരോ നേഴ്സസ് റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, കോൺട്രാ ഇൻഡിക്കേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇവിടെ ഡൈസൾഫറത്തിൻ്റെ ഡോസേജ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടാബ്ലറ്റ് വിൽ ബി അവൈലബിൾ 250 and 500 mg. ഇതായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇനിഷ്യൽ ഡോസ് 500 mg ആയിരിക്കും ഡെയിലി ഓറലി കൊടുക്കുന്നത് ആദ്യത്തെ 2 ആഴ്ച, ഫോളോഡ് ബൈ മെയിൻ്റെനൻസ് ഡോസ് 250 mg പെർ ഡേ. അത് 500 mg കൂടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. ഡോസേജ് ഷുഡ് നോട്ട് എക്സീഡ് 500 mg പെർ ഡേ. കാരണം ഇതിന് ഒരുപാട് സൈഡ് എഫക്ട്സുകൾ, അതായത് ചില ഷോർട്ട് ടേം പീരീഡിലാണെങ്കിൽ പോലും വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ടാകും. അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡൈസൾഫിറം ഒരിക്കലും 500 mg കൂടുതൽ പെർ ഡേ ആകാൻ പാടില്ല. ഈ ഒരു നഴ്സസ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് 58th ക്വസ്റ്റ്യൻ, ദ നേഴ്സ് റെൻഡേഴ്സ് പാരൻ്റൽ സ്കിൽ ട്രെയിനിങ് ഡ്യൂറിങ് ആൻറ്റിനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ വിസിറ്റ്. ഇവിടെ OBG ക്വസ്റ്റ്യൻ ആണ്. അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഡെലിവറി കഴിഞ്ഞ ശേഷവും നമ്മൾ എന്ത് ചെയ്യുന്നു? പാരൻ്റൽ സ്കിൽ ട്രെയിനിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അമ്മയും അച്ഛനും എങ്ങനെ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നു, സംസാരിക്കുന്നു, എങ്ങനെ അവരെ കെയർ ചെയ്യുന്നു, അതിനെല്ലാത്തിനും ലിമിറ്റുണ്ട്.
കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അതിന് നമുക്ക് പാരലൽ സ്കിൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കാറുണ്ട്, അത് പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് എന്താണ്? പ്രൈമറി പ്രിവെൻഷൻ ആണോ, സെക്കൻഡറി പ്രിവെൻഷൻ ആണോ, ടെർഷറി പ്രിവെൻഷൻ ആണോ, പ്രിമോഡിയൽ പ്രിവെൻഷൻ ആണോ? ഇന്ന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മ, ഇന്ന് ഒരു കുഞ്ഞിൻ്റെ അമ്മയായിരിക്കുന്നു, ഡെലിവറി കഴിഞ്ഞ അമ്മ. അപ്പോൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന റിസ്കുകൾ അല്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻ ആകാതിരിക്കാൻ, പ്രോബ്ലംസ് എറൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് അതാണ് പാരൻ്റൽ സ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷമല്ല, നടക്കുന്നതിന് മുന്നേ നടക്കാം, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നടക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് തടയുക. അത് ഏതിലായിരിക്കും? നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷറി പ്രിവെൻഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി പ്രൈമറി പ്രിവെൻഷൻ. അതായത് കറൻ്റ്ലി നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്കുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് പ്രൈമറി പ്രിവെൻഷനിലാണ് വരുന്നത്. നെക്സ്റ്റ് 59th question, the birth weight of a baby triples. Very important question. OBGയിലായാലും ചൈൽഡ് ഹെൽത്തിലായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബർത്ത് വെയ്റ്റ്, കുഞ്ഞിൻ്റെ ബർത്ത് വെയ്റ്റ് മിനിമം 2.5 kg വേണം ജനിക്കുമ്പോൾ. അതാണ് നോർമൽ വെയ്റ്റ് എന്ന് പറയുന്നത്. ആ വെയ്റ്റ് ഡബിൾ ആകുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഡബിൾ ആകുന്നത് എപ്പോഴാണ്? ട്രിപ്പിൾ ആകുന്നത് എപ്പോഴാണ്? എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 8 മാസത്തിലാണോ, 9 മാസത്തിലാണോ, 12 മാസത്തിലാണോ, 6 മാസത്തിലാണോ? കറക്റ്റ് ഓപ്ഷൻ സി 12 months. കുഞ്ഞുങ്ങളുടെ ബർത്ത് വെയ്റ്റ്, ജനിക്കുമ്പോഴുള്ള ബർത്ത് വെയ്റ്റ് എത്രയാണോ അതിൻ്റെ 3 മടങ്ങ് വെയ്റ്റ്, നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് 3 മടങ്ങ് വെയ്റ്റ് എപ്പോഴാകണം? 1 വയസ്സാകുമ്പോൾ, 12 മാസമാകുമ്പോൾ ആകണം. ഈ ഒരു ചാർട്ടിനകത്ത് വെയ്റ്റിൻ്റെ ഇൻക്രീസിനെ കുറിച്ചും ഹൈറ്റിൻ്റെ ഇൻക്രീസിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് 3 months എന്ത് വ്യത്യാസം വരും അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും 5 മാസമാകുമ്പോൾ, ഏകദേശം 5 മാസമാകുമ്പോൾ വെയ്റ്റ് അവിടെ ഡബിൾ ആകും. നെക്സ്റ്റ് 1 വയസ്സാകുമ്പോൾ ട്രിപ്പിൾ ആകും. എന്നാൽ 2 വയസ്സാകുമ്പോൾ അവിടെ 4 times ആകും. അടുത്ത് 3 വയസ്സാകുമ്പോൾ 5 times ആകും. അതായത് 5 മാസം ഡബിൾ, 12 മാസം അല്ലെങ്കിൽ 1 year ട്രിപ്പിൾ, 3 മടങ്ങ്. അടുത്ത് 2 വയസ്സാകുമ്പോൾ 4 മടങ്ങ്, 3 വയസ്സാകുമ്പോൾ 5 മടങ്ങ്, ബർത്ത് വെയ്റ്റിൻ്റെ 5 മടങ്ങ്. ഇതാണ് നോർമൽ വെയ്റ്റ്. ഇതിലേത് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി കുഞ്ഞിൻ്റെ വെയ്റ്റ് മാത്രമല്ല ഹൈറ്റും കൂടുന്നുണ്ട്. ഹൈറ്റ് എങ്ങനെയാണ് കൂടുന്നത്? 1 വയസ്സാകുമ്പോൾ കുഞ്ഞിൻ്റെ ജനിക്കുമ്പോൾ ഒരു ഏകദേശം കുഞ്ഞുങ്ങൾ 45 മുതൽ 50 സെൻറ്റിമീറ്റർ നീളമുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയോളം, ഏകദേശം 25 സെൻറ്റിമീറ്റർ കൂടുതൽ ആകണം 1 വയസ്സാകുമ്പോൾ. 1 വയസ്സാകുമ്പോൾ ഏകദേശം 75 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആകണം. 4 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ 50 സെൻറ്റിമീറ്റർ ജനിച്ചപ്പോഴുണ്ടായിരുന്നെങ്കിൽ അതിന് ഡബിളായിട്ട്, അതായത് 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്ററായിട്ട് 4 വയസ്സാകുമ്പോൾ ഹൈറ്റ് ആകണം. 13 വയസ്സാകുമ്പോൾ 3 ഇരട്ടി, അതായത് ജനിച്ചപ്പോൾ 50 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ 150 സെൻറ്റിമീറ്ററായി മാറുന്നത് 13 വയസ്സിലാണ്. പിന്നെ അഡോളസൻസിൽ നമുക്ക് അങ്ങനെ കറക്റ്റ് ഹൈറ്റ് ഇൻക്രീസ് പറയാൻ പറ്റത്തില്ല. ഒരു പെട്ടെന്നുള്ള ഒരു ഇൻക്രീസ് ആയിരിക്കും അഡോളസൻ സ്റ്റേജിൽ ഉണ്ടാകുന്നത്. അപ്പോൾ 1 വയസ്സിൽ ഹൈറ്റ് 50% ഇൻക്രീസ് ചെയ്യുന്നു. 4 years അല്ലെങ്കിൽ 4 വയസ്സിൽ ഡബിൾ ആയിട്ട് മാറുന്നു ബർത്ത് ലെങ്ത്. 13 years ആകുമ്പോൾ ട്രിപ്പിൾ ലെങ്ത് ആയിട്ട് മാറുന്നു. അതുപോലെ ഹൈറ്റും വെയ്റ്റും രണ്ടിൽ നിന്നും എവിടെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. രണ്ടും നോട്ട് ചെയ്ത് പഠിച്ചോളുക. നെക്സ്റ്റ് 60th question, ദ കാർഡിനൽ ഫീച്ചേഴ്സ് ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യൂറിനറി സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ജെനിറ്റോ യൂറിനറി സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ റീനൽ സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് അതിനകത്ത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് സെലക്ട് ചെയ്താൽ അതിൽ പ്രയോറിറ്റി വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. അതിൻ്റെ സിംറ്റംസ്, മാനേജ്മെൻറ്റ്, കോസസ് അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ് എക്സ്പെഷ്യലി. നെഫ്രോട്ടിക് സിൻഡ്രത്തിലെ കാർഡിനൽ ഫീച്ചർ, അതായത് സ്പെസിഫിക്കലി ഇത് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ചില സിംറ്റംസ് ഉണ്ട്. അതിനാണ് കാർഡിനൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എഡിമ, ഹൈപ്പോ ആൽബുമിനൂമിയ. ഓപ്ഷൻ സി പ്രോട്ടീനൂറിയ. ഓപ്ഷൻ ഡി ഹൈപ്പോനട്രീമിയ. എഡിമ സ്വെല്ലിംഗ് ഉണ്ടാകുന്നു, ആൽബുമിൻ ബ്ലഡിൽ കുറയുന്നു, പ്രോട്ടീനൂറിയ യൂറിനിൽ പ്രോട്ടീൻ അവിടെ നഷ്ടപ്പെടുന്നു, പിന്നെ സോഡിയം ബ്ലഡിൽ കുറയുന്നു. ഇതിലേതാണ് ഈ നെഫ്രോട്ടിക് സിൻഡ്രോമിൽ ഇല്ലാത്തത്? നോക്കാം. ഓപ്ഷൻ ഡി ഹൈപ്പോനട്രീമിയ. കാരണം നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ കാർഡിനൽ സൈനസ് എന്ന് പറയുന്നത് പ്രോട്ടീനൂറിയയും ഹൈപ്പോ ആൽബുമിനൂമിയയും
എഡിമയും ഹൈപ്പർ ലിപ്പിഡീമിയയാണ്. അവിടെ എഡിമ ഉള്ളത് കൊണ്ട് തന്നെ യൂഷ്വലി അവിടെ ഹൈപ്പർ ന്യൂട്രീമിയ ചിലപ്പോൾ ഉണ്ടാകാം. സോഡിയം നോർമലോ അല്ലെങ്കിൽ ഹൈപ്പർ ന്യൂട്രീമിയ, വെള്ളം തങ്ങി നിൽക്കുന്നു, ഒപ്പം സോഡിയവും തങ്ങി നിൽക്കാനാണ് ചാൻസ് കൂടുതൽ. അല്ലാതെ ഹൈപ്പോ നട്രീമിയ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സോഡിയം കുറയാൻ ചാൻസ് ഇല്ല. നോർമലോ അല്ലെങ്കിൽ എക്സസോ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. സോ പ്രോട്ടീനൂറിയ ഇപ്പം തന്നെ പഠിച്ചോളുക. പ്രോട്ടീനൂറിയ, ഹൈപ്പോ ആൽബുമിനീമിയ, എഡിമ, ഹൈപ്പർ ലിപ്പിഡിമിയ, ഇതൊക്കെയാണ് നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ കാർഡിനൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യനും, ഇന്നത്തെ ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻറ്റും ഫ്രീക്വൻ്റ്ലി എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയകളുമാണ്. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് അത്രയും നിങ്ങൾ തറവായിട്ട് വായിച്ചു നോക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയയിൽ നിന്ന് വരും. എല്ലാ ക്വസ്റ്റ്യൻസും വരുമെന്ന് പറയുന്നില്ല. ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 ഏരിയ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകളും കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം മെൻഷൻ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചാനലൊന്ന് റെഫർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.